ഹലോ ഓൾ, വെൽക്കം ടു വൺസ്. സോ നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ മോസ്ഫെറ്റ് എന്നുള്ള പ്രീവിയസ് ഇയർ ഒരു ഗേറ്റ് ക്വസ്റ്റ്യനും അതിന്റെ സൊല്യൂഷനും നമുക്ക് നോക്കാം. ഓക്കെ, സോ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വെൻ ദ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് VGS ഓഫ് എ മോസ്ഫെറ്റ് വിത്ത് ത്രഷോൾഡ് വോൾട്ടേജ് 400 millivolt വർക്കിംഗ് ഇൻ സാച്ചുറേഷൻ ഈസ് 900 millivolt. The drain current is observed to be 1 milliampere. Okay, so first കേസിൽ അവർ പറയുന്നത് VGSന്റെ വാല്യൂ എത്രയാണ്? സോ VGSന്റെ വാല്യൂ 900 millivolt ആണ്. ഓക്കെ, ത്രഷോൾഡ് വോൾട്ടേജിന്റെ വാല്യൂ, ത്രഷോൾഡ് വോൾട്ടേജ് ഡിനോട്ടിങ് ആസ് VT, ത്രഷോൾഡ് വോൾട്ടേജിന്റെ വാല്യൂ എന്ന് പറയുന്നത് 400 millivolt ആണ്. സോ ത്രഷോൾഡ് വോൾട്ടേജിന്റെ വാല്യൂ 400 millivolt ആണ്. സോ ഈ ഒരു കണ്ടീഷനിൽ ഇത് വർക്ക് ചെയ്യുന്നത് സാച്ചുറേഷൻ റീജിയനിലാണ്. സോ ദ കറന്റ് ഈസ് ഒബ്സർവ്ഡ്, ഐഡിയുടെ വാല്യൂ എത്രയാണ്? ID ഈസ് 1 milliampere. ഇതാണ് ഫസ്റ്റ് കേസിൽ അവർ പറയുന്ന കാര്യം. സോ ഇനീഷ്യലി VGS 900 millivolt ആയിരുന്നു, VT ത്രഷോൾഡ് വോൾട്ടേജ് 400 millivolt ആണ്. ആ സമയത്ത് ID 1 milliampere ആണ്. ആൻഡ് ഇറ്റ് ഈസ് വർക്കിംഗ് ഇൻ വിച്ച് റീജിയൻ? സാച്ചുറേഷൻ റീജിയനിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ സാച്ചുറേഷൻ റീജിയൻ എന്ന് അവരിവിടെ പ്രത്യേകം പറയുന്നുണ്ട്. സോ സാച്ചുറേഷൻ റീജിയനിൽ ദ എക്സ്പ്രഷൻ ഫോർ ഡ്രെയിൻ കറന്റ് ID, സോ ദ എക്സ്പ്രഷൻ ഫോർ ഡ്രെയിൻ കറന്റ് ID ഈസ് ഈക്വൽ ടു K ഇൻറ്റു VGS മൈനസ് VT ഹോൾ സ്ക്വയർ ആണ്. K ഇൻറ്റു VGS മൈനസ് VT ഹോൾ സ്ക്വയർ ആണ്. ഇതിൽ നമുക്ക് ID തന്നിട്ടുണ്ട്, VGS തന്നിട്ടുണ്ട്, VT തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് വേണമെങ്കിൽ K കണ്ടുപിടിക്കാം. ബിക്കോസ് ക്വസ്റ്റ്യനിൽ സെക്കൻഡ് പാർട്ട് നമ്മൾ വായിച്ചിട്ടില്ല. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? നെഗ്ലക്റ്റിംഗ് ദ ചാനൽ വിഡ്ത്ത് മോഡുലേഷൻ എഫക്ട് ആൻഡ് അസ്യൂമിംഗ് ദാറ്റ് ദ മോസ്ഫെറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് അറ്റ് സാച്ചുറേഷൻ, ദ ഡ്രെയിൻ കറന്റ് ഫോർ ആൻഡ് അപ്ലൈഡ് VGS. ഇനി നമ്മൾ VGSന്റെ വാല്യൂ 900ൽ നിന്ന് 1400ലേക്ക് മാറ്റുമ്പോൾ വാട്ട് ഈസ് എ ന്യൂ ID, വാട്ട് ഈസ് എ ഡ്രെയിൻ കറന്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അങ്ങനെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ അടുത്ത സ്റ്റേജിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കെയുടെ വാല്യൂ നമുക്ക് അറിയണം. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് കെ. നമ്മൾ ഇതിന് എന്ത് കണ്ടുപിടിക്കണം? കെ കണ്ടുപിടിക്കണം. സോ ഫ്രം ദിസ് ഇക്വേഷൻ കെ ഈസ് ഈക്വൽ ടു, ഇത് നമുക്ക് കെ കണ്ടുപിടിക്കാം. കെ ഈസ് ഈക്വൽ ടു ID ഡിവൈഡഡ് ബൈ VGS മൈനസ് VT ഹോൾ സ്ക്വയർ ആണ്. ID ഡിവൈഡ് ബൈ VGS മൈനസ് VT ഹോൾ സ്ക്വയർ. ഓക്കെ, സോ നമുക്ക് ഓരോ വാല്യൂസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ K ഈസ് ഈക്വൽ ടു ID എത്രയാണ്? 1 milliampere ആണ്, ഡിവൈഡഡ് ബൈ VGS മൈനസ് VGS എത്രയാണ്? 900 ആണ്, VT എത്രയാണ്? 400. സോ 900 മൈനസ് 400 എത്രയാണ്? 500 millivolt വരും. അതിന്റെ സ്ക്വയർ, സോ എന്ത് വരും? 1 milliampere ഡിവൈഡഡ് ബൈ 500 millivolt അതിന്റെ സ്ക്വയർ. സോ 500 സ്ക്വയർ, സോ എന്ത് വരും? 25,000 വരും. സോ 25 × 10⁴ അത്രയും millivolt ഇതിന്റെ സ്ക്വയർ. ഓക്കെ, ഇതാണ് കെയുടെ വാല്യൂ. ഇനി സെക്കൻഡ് കണ്ടീഷനിലേക്ക് പോവാം. സെക്കൻഡ് കണ്ടീഷനിൽ വാട്ട് ഈസ് എ ന്യൂ വാല്യൂ ഓഫ് VGSന്റെ വാല്യൂ എത്രയാണ്? 1400. VTയുടെ വാല്യൂല് ചേഞ്ച് ഒന്നുമില്ല. VTയുടെ വാല്യൂ എന്ത് തന്നെയാണ്? 400 തന്നെയാണ്. സോ VT 400, VGSന്റെ പുതിയ വാല്യൂ 1400 ആണെങ്കിൽ വാട്ട് ഈസ് എ ന്യൂ ID? സോ ന്യൂ IDനെ ഞാൻ ID ഡാഷ് എന്ന് എടുത്തു. സോ ദ ന്യൂ ID is denoted as ID dash. So ID dash is equal to K into VGS. VGS എത്രയാണ്? 1400 millivolt മൈനസ് VT എത്രയാണ്? 400 millivolt അതിന്റെ സ്ക്വയർ. അപ്പൊ ഇതിൽ നമുക്ക് കെയുടെ വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ K ഹിയർ. സോ ദിസ് വിൽ ബിക്കം 1 milliampere ഡിവൈഡഡ് ബൈ 25 × 10⁴ അത്രയും millivolt സ്ക്വയർ ഇൻറ്റു 1400 400 കുറയ്ക്കുക. 400 കുറച്ച് കഴിഞ്ഞാൽ 1000 അത്രയും millivolt സ്ക്വയർ. സോ 1000ന്റെ സ്ക്വയർ. സോ 1000 × 1000 എന്ന് പറയുമ്പോൾ 10⁶ വരും. സോ ഞാനതിനെ 100 × 10⁴ എന്ന് എഴുതുകയാണ്. അത്രയും millivolt സ്ക്വയർ. സോ millivolt സ്ക്വയർ നമുക്ക് യൂണിറ്റ് വൈസ് ക്യാൻസൽ ചെയ്ത് കളയാം.
സോ 10⁴ ഇവിടെയുണ്ട്, 10⁴ ഇവിടെയുണ്ട്. സോ 1 മില്ലി ആംപിയർ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 25 അപ്പൊ എന്ത് വരും? സോ യു വിൽ ഗെറ്റ് ആൻസർ ആസ് 4 മില്ലി ആംപിയർ കിട്ടും. സോ യു വിൽ ഗെറ്റ് ആൻസർ ആസ് 4 മില്ലി ആംപിയർ വരും. സോ ദ ആൻസർ ഈസ് 4 മില്ലി ആംപിയർ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 4 മില്ലി ആംപിയർ. സോ ഫസ്റ്റ് കണ്ടീഷനിൽ നമ്മൾ കെ കണ്ടുപിടിച്ചു. ആ കെ വെച്ചിട്ട് നമ്മൾ സെക്കൻഡ് ഇക്വേഷനിൽ പുതിയ കണ്ടീഷൻ, പുതിയ VGS വെച്ച് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡയറക്റ്റ് പുതിയ ഡ്രെയിൻ കറണ്ട് കിട്ടി. സോ ദ ആൻസർ നമ്മൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 4 മില്ലി ആംപിയർ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഫസ്റ്റ് കേസ് എടുത്തു, അതൊന്ന് കെ കണ്ടുപിടിച്ചു. ദെൻ നമ്മൾ സെക്കൻഡ് കേസിൽ ആ കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ പുതിയ ഡ്രെയിൻ കറണ്ട് കിട്ടി. സോ ദ ആൻസർ ഈസ് 4 മില്ലി ആംപിയർ. ക്ലിയർ ആണല്ലോ? സോ നമ്മൾ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള മോസ്ഫെറ്റ് എന്നുള്ള ഒരു ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. സോ അടുത്ത സെഷനിൽ വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു.